ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങളെ വഷളച്ചീര കാണിച്ചു തന്നിട്ടില്ലായിരുന്നു. അപ്പം നമുക്കത് കുറച്ചെടുക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിന്ന് വഷളച്ചീര ഒന്ന് തോരൻ വെച്ചാലോ. അപ്പം ഇതിൻ്റെ കിളുത്ത് വരുന്ന മണ്ട ഭാഗം തണ്ടോടുകൂടിയും പിന്നെ മൂക്കാത്ത തണ്ടോടുകൂടിയും കേട്ടോ ഇലയുമാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിച്ചെടുക്കുമ്പം പൊട്ടി കിളുത്ത് വരും കേട്ടോ. അപ്പം നമ്മൾ ഈ ഇലയെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചക്ക വരട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇല വേറെയും തണ്ട് വേറെയുമായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. കാരണം തണ്ട് ഇലയ്ക്ക് നല്ല കിളുകിളുപ്പ് കണക്ക് ഉണ്ട്, അതുകൊണ്ടാണ് രണ്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിത് പുഴുവോ ചിലന്തിയോലയൊക്കെ ഉണ്ടോ എന്ന് നോക്കി നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാവേ. അപ്പോഴത്തേക്ക് ഇവിടെ വേണ്ട സാമ്പാർ പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട്. അരപ്പായിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും നല്ല ജീരകവും കൂടെ ചതച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യ ഇല അരിഞ്ഞെടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ തണ്ടും കൂടെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇലയാണ് വഴറ്റുന്നത്. എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒരു കിളുകിളുപ്പ് പോണക്കുള്ളതും കൊണ്ട് ഇല സെപ്പറേറ്റായിട്ട് നമ്മളത് വാട്ടിയെടുക്കും. അതിൻ്റെ അകത്തെ വെള്ളം മൊത്തം പറ്റിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു തോരൻ കഴിക്കുമ്പോഴോ ഒരുമാതിരി കിളുകിളുപ്പോ ഒട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടാണ്. ഞാൻ തണ്ടരി, അമ്മ ഇല അരിയുക കേട്ടോ. അപ്പം അതേണ്ട തണ്ട് ഇലയെല്ലാം ഞങ്ങൾ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായി കഴിയുമ്പം നമുക്ക് അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു ശകലം എണ്ണ മതി കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിങ്ങനത്തെ ഇലയായതുകൊണ്ട് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കുഴഞ്ഞിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒത്തിരി എണ്ണയൊന്നും ഇതിന് ഉപയോഗിക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾ വേണ്ട ഇവിടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇലയാണെങ്കിൽ വഴന്ന് വന്ന് അതിൻ്റെ അകത്ത് ആ കിളുകിളുപ്പ് പോണക്കുള്ള വെള്ളമെല്ലാം ഇറങ്ങിക്കഴിയുമ്പോൾ അത് മൊത്തം പറ്റിച്ച് ചിക്കി തോർത്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ട നമ്മൾ തണ്ടരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ആ തണ്ടരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പുനീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പുനീരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അത് മൊത്തം തോർത്തി കണ്ടോ, അതിൻ്റെ ആ വെള്ളം വരുന്നുണ്ട്. അതിനി മൊത്തം തോർത്തി നമ്മളിങ്ങനെ എടുക്കും കേട്ടോ. മുട്ട ചിക്കി പൊരിക്കുന്ന കൂട്ട് അങ്ങനെ തോർത്തി എടുക്കും കേട്ടോ. ഇനി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് തോർന്ന് വന്ന ഉടനെ നമ്മളിതിൻ്റെ അകത്തേക്ക് പരിപ്പും അരപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കുറേശ്ശെ ഇലയുമായിട്ട് യോജിപ്പിച്ച് ചിക്കി ഇപ്പോൾ എടുക്കും കണ്ടോ. കുറേശ്ശെ അങ്ങനെ എടുത്ത് പറ്റിച്ച് വരും കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, സൂപ്പറാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. കുറേ പേര് പറഞ്ഞു ഈ വഷളച്ചീര കൊള്ളത്തില്ല, അഴുക്കാം, കിളുകിളപ്പാന്ന്. പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, സൂപ്പറാണ്. എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലൊക്കെ നല്ല ടേസ്റ്റായിരുന്നു ഇതിന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വഷളച്ചീരയുടെ വിശേഷങ്ങളും ചീര തോരൻ വെക്കുന്നതുമൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ.